അയോധ്യ രാമക്ഷേത്രം വീണ്ടും വാർത്തകളിൽ നിറയുകയാണ്. വിശ്വാസി സമൂഹത്തെ ആശങ്കപ്പെടുത്തുന്ന രാമക്ഷേത്ര നിർമ്മാണ സംഭാവനയുടെ ക്രമക്കേടിന്റെ ദുഷിച്ച കഥകളാണ് പുറത്തുവരുന്നത്. ക്ഷേത്ര നിർമ്മാണത്തിന് സംഭാവന പിരിച്ചതിൽ കോടിക്കണക്കിന് രൂപയുടെ ക്രമക്കേട് നടന്നു എന്ന ആരോപണം അന്വേഷിച്ച SIT അഥവാ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക അന്വേഷണം പൂർത്തിയായിരിക്കുന്നു. ക്ഷേത്രത്തിലേക്ക് ലഭിച്ച സ്വർണം, വെള്ളി, വജ്രം ഉൾപ്പെടെയുള്ള വിലപിടിപ്പുള്ള വഴിപാടുകളുടെ കണക്കുകളിൽ വലിയ പൊരുത്തക്കേടുകൾ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് സൂചനകൾ. ഈ വിഷയമാണ് ഇന്ന് സ്പോട്ട്ലൈറ്റ് പരിശോധിക്കുന്നതും. അയോധ്യ ക്ഷേത്ര നിർമ്മാണത്തിൽ വൻ ക്രമക്കേടോ? കോടതിയുടെ നിർദ്ദേശത്തോടെയാണ് വിശ്വാസികളുടെ സഹായവും സംഭാവനയും ആശീർവാദവും സ്വീകരിച്ച് രാമക്ഷേത്രം നിർമ്മിച്ചത്. 1800 കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിച്ചിരുന്നത് എങ്കിലും 5 വർഷം കൊണ്ട് 2150 കോടി രൂപ ചെലവിട്ടാണ് ക്ഷേത്രം പൂർത്തീകരിച്ചത് എന്ന് ശ്രീറാം ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് വെളിപ്പെടുത്തിയിരുന്നു. ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയായ ബലരാമന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടന്നത് 2024 ജനുവരി മാസം 22-നായിരുന്നു. രാമക്ഷേത്ര ട്രസ്റ്റിന്റെ നേതൃത്വത്തിലായിരുന്നു ക്ഷേത്ര ഭരണം. രാമക്ഷേത്ര സമുച്ചയത്തിൽ ആകെ 35 സംഭാവന പെട്ടികൾ സ്ഥാപിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും 2 തവണ ഇത് തുറക്കാറുണ്ട്. ഈ സമയത്ത് ട്രസ്റ്റിൽ നിന്നും ബാങ്കിൽ നിന്നുമുള്ള 4 ജീവനക്കാർ സ്ഥലത്തുണ്ടാകും. 2 ഷിഫ്റ്റുകളിലായാണ് ഈ എണ്ണൽ ജോലികൾ നടക്കുന്നത്. ആദ്യ ഷിഫ്റ്റ് രാവിലെ 8 മണിക്ക് ആരംഭിച്ച് ഉച്ചയ്ക്ക് 2 മണി വരെ തുടരും. രണ്ടാമത്തെ ഷിഫ്റ്റ് ഉച്ചയ്ക്ക് 2 മണി മുതൽ രാത്രി 8 മണി വരെയാണ്. ഓരോ ഷിഫ്റ്റിലും ഏകദേശം 20 പേരാണ് ജോലി ചെയ്യുന്നത്. രാമക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം 200 മീറ്റർ അകലെയുള്ള യാത്രി സുവിധാ കേന്ദ്രത്തിന്റെ ബേസ്മെന്റിലാണ് ഈ വഴിപാടുകൾ എണ്ണുന്നത്. ഈ നടപടിക്രമങ്ങളിൽ ഇപ്പോൾ ഉയർന്ന ക്രമക്കേട് ആരോപണങ്ങളിലാണ് SIT അന്വേഷണം നടക്കുന്നത്. 2020 ഫെബ്രുവരിയിൽ കേന്ദ്ര സർക്കാർ ശ്രീരാമ ജന്മ തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് രൂപീകരിച്ചതിന് ശേഷം നടത്തിയ ഭൂമി ഇടപാടുകളെ കുറിച്ച് നേരത്തെ തന്നെ വലിയ ആരോപണങ്ങളൊക്കെ ഉണ്ട്. ക്ഷേത്രത്തിന് ചുറ്റുമുള്ള 67 ഏക്കറിന് പുറമെ അനുബന്ധ വികസന പ്രവർത്തനങ്ങൾക്ക് റെയിൽവേ സ്റ്റേഷനടുത്ത് 18.5 കോടി രൂപ മുടക്കി ട്രസ്റ്റ് ഭൂമി വാങ്ങിച്ചിരുന്നു. 2021 മാർച്ച് മാസം 18-നാണ് ഈ ഭൂമി ഇടപാട് നടത്തിയത്. ഇതേ ദിവസം റിയൽ എസ്റ്റേറ്റ് ഇടപാടുകാർ 2 കോടി രൂപയ്ക്ക് വാങ്ങിയ ഭൂമിയാണ് 18.5 കോടിക്ക് മറിച്ചു വിറ്റതെന്ന് തുടർന്ന് ആരോപണം ഉയർന്നു. ഒറ്റ ദിവസം കൊണ്ട് ഭൂമിക്ക് 16.5 കോടി വർദ്ധിച്ചത് എങ്ങനെയാണെന്ന ചോദ്യത്തിന് ഇനിയും വ്യക്തമായ മറുപടി കിട്ടിയിട്ടില്ല. എന്നാൽ ഈ ആരോപണങ്ങളെല്ലാം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് കാണിച്ച് ട്രസ്റ്റും RSS അനുകൂല സംഘടനകളും ഈ വാദങ്ങളെ ശക്തമായി പ്രതിരോധിച്ചു. ഭൂമിയുടെ അന്നത്തെ വിപണി മൂല്യം അനുസരിച്ചാണ് തുക നിശ്ചയിച്ചത് എന്നും എല്ലാ സാമ്പത്തിക ഇടപാടും ബാങ്ക് വഴിയാണ് സുതാര്യമായി നടത്തിയതെന്നും അവർ വിശദീകരിച്ചു. സമാനമായ രീതിയിൽ 2.9 കോടി രൂപ മതിപ്പുള്ള ഭൂമി 24 കോടിക്കും 9 കോടിയുടെ ഭൂമി 55 കോടിക്കും വാങ്ങിയതായി ആക്ഷേപമുണ്ട്. ക്ഷേത്ര നിർമ്മാണത്തിന്റെ സുതാര്യതയെയും വിശ്വാസ്യതയെയും ചോദ്യം ചെയ്തുകൊണ്ട് ഇന്നും ഈ വിഷയങ്ങൾ സജീവമായി തന്നെ നിലനിൽക്കുകയുമാണ്. സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നതായി പ്രതിപക്ഷ പാർട്ടികൾ അവകാശവാദങ്ങൾ പ്രചരിപ്പിക്കാൻ തുടങ്ങിയതോടെ 2026 ജൂൺ മാസം ആദ്യവാരമാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ആദ്യമായി ഉയർന്നു വന്നത്. ഒപ്പം ഹൈക്കോടതിയിൽ പൊതുതാൽപര്യ ഹർജിയും എത്തി. ആരോപണത്തെ തുടർന്ന് ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് അന്വേഷണം ആരംഭിച്ചു. എന്നാൽ പൊതുജന രോഷം വർദ്ധിച്ച സാഹചര്യത്തിൽ ട്രസ്റ്റ് തന്നെ സർക്കാരിനെ സമീപിക്കുകയായിരുന്നു. കോടിക്കണക്കിന് രൂപയുടെ തിരിമറി നടന്നതായി ആരോപിച്ച് സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് രംഗത്തെത്തിയത് ഈ വിഷയം രാഷ്ട്രീയമായി കത്തിപ്പടരാൻ കാരണമായി. BJP MP ആയ ബ്രിജ് ഭൂഷൺ ചരൺ സിംഗും ആരോപണങ്ങളെ ശരിവച്ചതോടെ വിവാദമങ്ങ് മുറുകി. ക്ഷേത്ര ട്രസ്റ്റിന്റെ സാമ്പത്തിക ഇടപാടുകൾ പുറത്തുവിടണമെന്ന് ആവശ്യപ്പെട്ട് മുതിർന്ന BJP നേതാവ് രജനീഷ് സിംഗ് പ്രധാനമന്ത്രിക്ക് കത്തു നൽകുകയും ഹൈക്കോടതി ജഡ്ജിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്ന കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ അജയ് റായ് ആവശ്യപ്പെടുകയും ചെയ്തു. ശ്രീരാമ ജന്മഭൂമി മന്ദിർ ട്രസ്റ്റിന്റെ അഭ്യർത്ഥനയെ തുടർന്ന് ജൂൺ മാസം 13-നാണ് ഉത്തർപ്രദേശ് സർക്കാർ ഈ ആരോപണങ്ങളൊക്കെ അന്വേഷിക്കാൻ 3-അംഗ SIT രൂപീകരിച്ചത്. കാണിക്കപ്പണം എണ്ണാൻ ചുമതലപ്പെടുത്തിയ ചില ജീവനക്കാരെ അടക്കം 5 പേരെ SIT കസ്റ്റഡിയിലെടുത്തു. അവരിൽ ഒരാളുടെ വീട്ടിൽ നിന്ന് 20 ലക്ഷം രൂപയോളം കണ്ടെടുക്കുകയും ചെയ്തു. ക്ഷേത്രത്തിലേക്ക് ലഭിച്ച സ്വർണം, വെള്ളി ഉൾപ്പെടെയുള്ള വിലപിടിപ്പുള്ള വഴിപാടുകളുടെ കണക്കുകളിൽ വലിയ പൊരുത്തക്കേടുകൾ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് സൂചനകൾ. വിവിധ ജ്വല്ലറികളിൽ നിന്നും സംഭാവനയായി ലഭിച്ച 60 കിലോ വെള്ളിക്കട്ടികളും കാണാതായതായ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. പ്രാണപ്രതിഷ്ഠാ സമയത്ത് ജ്വല്ലേഴ്സ് അസോസിയേഷൻ സംഘടന സമർപ്പിച്ചതാണിത്.
പിന്നീട് ശിലാസ്ഥാപന ചടങ്ങുകളിലോ മറ്റു സന്ദർഭങ്ങളിലോ ഇത് കണ്ടില്ലെന്ന് മാത്രമല്ല, ഇങ്ങനെയൊന്നുള്ളതിന്റെ രേഖകൾ പോലും കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുമില്ല. 6 ദിവസം നീണ്ടുനിന്ന അന്വേഷണത്തിൽ 150ഓളം പേരെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. അന്വേഷണ സംഘത്തിന്റെ ചോദ്യങ്ങൾക്ക് തൃപ്തികരമായ മറുപടി നൽകാൻ ട്രസ്റ്റ് ഭാരവാഹികൾക്ക് സാധിച്ചിട്ടില്ലെന്നാണ് റിപ്പോർട്ടുകൾ. നേരത്തെ തന്നെ ക്ഷേത്രഭരണവുമായി ബന്ധപ്പെട്ട് പലതരം പരാതികൾ ഉയർന്നിട്ടുണ്ട്. അതേസമയം ക്ഷേത്രത്തിലെ CCTV ക്യാമറകളിൽ നിന്നുള്ള പരിമിതമായ ദൃശ്യങ്ങൾ അന്വേഷണത്തിന് തടസ്സമാകുന്നതായി റിപ്പോർട്ടുണ്ട്. 45 ദിവസത്തെ ദൃശ്യങ്ങൾ മാത്രമാണ് ലഭ്യമായിട്ടുള്ളത്. അതിനുശേഷം ദൃശ്യങ്ങൾ ഇല്ലാതാകുന്ന തരത്തിലാണ് ക്യാമറകൾ സജ്ജീകരിച്ചിരിക്കുന്നതെന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. ഇത് അന്വേഷണത്തെ ബാധിക്കുകയും ചെയ്യും. പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിച്ച ശേഷം വൈകാതെ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുള്ളതിനാൽ SITയുടെ അന്വേഷണം തുടരും. ട്രസ്റ്റ് ഭാരവാഹികളോടും ക്ഷേത്ര ജീവനക്കാരോടും അയോധ്യയിൽ നിന്നും പോകരുത് എന്നും SIT ആവശ്യപ്പെട്ടിട്ടുണ്ട്. ക്ഷേത്രത്തിലെ ഫണ്ട് ദുരുപയോഗത്തെക്കുറിച്ച് തനിക്ക് നേരത്തെ അറിയാമായിരുന്നു എന്ന BJP MP ബ്രിജ് ഭൂഷൺ സിംഗിന്റെ പരാമർശം ഇതിനകം തന്നെ വലിയ വിവാദമാണ്. ഭരണസമിതി പിരിച്ചുവിടണമെന്ന് ട്രസ്റ്റ് അധ്യക്ഷനായ നൃപേന്ദ്ര മിശ്ര ആവശ്യപ്പെട്ടു. ചില BJP MPമാർ പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. ക്ഷേത്രത്തിൽ വ്യവസ്ഥാപിതമായ ഭരണ സംവിധാനങ്ങൾ ഇല്ല എന്ന് നൃപേന്ദ്ര മിശ്ര തന്നെ ആരോപിക്കുകയാണ്. രാമക്ഷേത്ര നിർമ്മാണത്തെ എതിർക്കുകയും കർസേവകർക്ക് നേരെ വെടിയുതിർക്കാൻ ഉത്തരവിടുകയും ചെയ്തവരാണ് ഇപ്പോൾ ഭക്തർക്ക് വേണ്ടി സംസാരിക്കുന്നത് എന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നടത്തിയ പ്രസ്താവനയും വിവാദമായിരുന്നു. SIT അന്വേഷണം സത്യം പുറത്തുകൊണ്ടുവരുമെന്നും അദ്ദേഹം പറഞ്ഞു. പിന്നാലെ മതരഹിതരായ ആളുകൾ മതപരമായ കാര്യങ്ങളിൽ ഇടപെടരുത് എന്ന പ്രസ്താവനയുമായി BJP നേതാവ് മുഖ്താർ അബ്ബാസ് നഖ്വിയും രംഗത്ത് വന്നു. ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ദിശാസൂചകമായ സംഭവമായിരുന്നു ബാബറി മസ്ജിദ് പൊളിക്കപ്പെട്ടതും പിന്നീട് നടന്ന അയോധ്യ ക്ഷേത്ര നിർമ്മാണവും. വിശ്വാസികളുടെ ക്ഷേത്രം എന്നതിലുപരി ഇന്ത്യ ചരിത്രത്തിൽ നിർണായകമായ സ്ഥാനമാണ് അയോധ്യ ക്ഷേത്രത്തിനുള്ളത്. രാജ്യത്തെമ്പാടുമുള്ള വിശ്വാസികൾ ഇന്നും ഈ ക്ഷേത്രത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മതരഹിതരായ ആളുകൾ മതപരമായ കാര്യങ്ങളിൽ ഇടപെടരുത് എന്നതുപോലുള്ള പ്രസ്താവനകൾ അയോധ്യ ക്ഷേത്രത്തിന്റെ കാര്യത്തിൽ അപ്രസക്തമാണ്. വിശ്വാസികളുടെ കാണിക്കപ്പണം ക്ഷേത്രത്തിൽ വിനിയോഗിക്കപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടത് ആ ക്ഷേത്രത്തിന് അടിസ്ഥാന ശിലയിട്ട ഹൈന്ദവ സംഘടനകൾ തന്നെയാണ്. എന്നാൽ പ്രതിപക്ഷ കക്ഷികളാണ് വിഷയം പൊതുജന മധ്യത്തിൽ എത്തിച്ചത്. വിശ്വാസികളുടെ ഭാഗത്തു നിന്നും അയോധ്യയ്ക്ക് വേണ്ടി വാദിച്ചവർ ഈ വിഷയത്തിൽ തുടരുന്ന മൗനം എതിർക്കപ്പെടേണ്ടത് തന്നെയാണ് എന്നാണ് സ്പോട്ട്ലൈറ്റിന്റെയും നിരീക്ഷണം. നാളെ മറ്റൊരു വിഷയമായി ഇതേ സമയം വീണ്ടും കാണാം.